നല്ല ആൾക്കാരുമായിട്ട് ഇടപെട്ടതൊക്കെ പെന്തിക്കോസ് വന്നേ. പിന്നെ മാന്യമായിട്ട് ഇടപെടാൻ ശീലിച്ചതും പഠിച്ചതും എല്ലാം പെന്തിക്കോസ് വന്നേ. പിന്നെ സ്തോത്രം സ്തോത്രം, കൃപയിൽ വന്നതാ ഭാഗ്യം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. ദൈവം ഇത്രത്തോളം നമ്മെ ഉയർത്തി. എൻ്റെ പിതാവിന് കള്ളിഷാപ്പിലെ ജോലിയായിരുന്നു. ചെത്തു തൊഴിലാളി യൂണിയനിൽപ്പെട്ടയാളാണ്. 40-45 വർഷം ഷാപ്പിലെ ജോലിയായിരുന്നു. അപ്പം മരിച്ചു കഴിഞ്ഞാൽ അപ്പൻ്റെ ജോലി പിള്ളേർക്ക് കിട്ടും, യൂണിയനിൽ അങ്ങനെ. അപ്പം ഞാൻ ഈ കൃപയെ വന്നില്ലായിരുന്ന വല്ല തെങ്ങിൻ്റെ മണ്ടെന്ന് വീണ് ചത്തേനം. എനിക്ക് തെങ്ങ് കയറ്റം അറിയത്തില്ല. കയറ്റമറിയാത്ത എന്നെ പിടിച്ച് കയറ്റിയ ഞാൻ മിക്കവാറും താഴെ വീണ് ചാകാന് ഒന്നേ നടുവോ നട്ടല്ലോ ഒടിഞ്ഞ്. സ്തോത്രം. അത് പണ്ട് പാടിയായിരുന്നല്ലോ, തെങ്ങ് കയറ്റത്തിന് അവിടെ ചെത്ത് ദോഷമാണ്. ഗുരുദേവനും അങ്ങനെ തന്നെ പറഞ്ഞേ, ഉണ്ടാക്കരുത്, കുടിക്കരുത്, രുചിക്കരുതെന്നൊക്കെ ആ നല്ല മനുഷ്യൻ പറഞ്ഞു. അപ്പം അന്ന് ആശാനാന്നോ ആരോ എഴുതി, അപ്പൻ ചെത്താൻ പോയപ്പോൾ മോനെ കണ്ണീരോടെ പറഞ്ഞ അപ്പം പോകരുതെന്ന്. അപ്പം അത് ഇങ്ങനെ എഴുതി, വെളിയിലൊന്നും പാടരുത്, തല്ലുകൊണ്ട് ഊപ്പാട് വരും. മുട്ടനിരിട്ടത്ത് തത്തി കയറുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈകാലൊടിച്ചിരത്തെറ്റി താഴത്തു വീണൻ്റെ അസ്ഥിയൊടിയുമ്പോൾ കൊട്ട വെച്ച് വാരണം എൻ്റെ അച്ഛനെ എൻ്റെ അമ്മ വന്ന് ചേർത്താൻ പോകരുത് അച്ഛൻ ഇനി മേലിൽ. തുടങ്ങി ചെന്ന് പാടരുത്. മുട്ടനിരിട്ടത്ത് തത്തിക്കേറുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈകാലൊടിച്ചിരത്തെറ്റി താഴത്തു വീണച്ഛൻ്റെ അസ്ഥിയൊടിയുമ്പോൾ കൊട്ട വെച്ച് വാരണം എൻ്റെ അച്ഛനെ എൻ്റെ അമ്മ വന്ന് ചെത്താൻ പോകരുത് അച്ഛൻ ഇനി മേലിൽ. ബാക്കി ഞാൻ പാടുന്നില്ല, തല്ലിൻ്റെ ആറാട്ടായിരിക്കും. സ്തോത്രം. ഈ പുസ്തകം എടുത്തത് അനുഗ്രഹം. ഹല്ലേലൂയ. കൊച്ചുവെള്ളത്തിൽ കയറി അക്കരയ്ക്ക് നടന്ന ഞാൻ അവസാനം പിന്നെ ഫ്ലൈറ്റിലെല്ലാം കയറി ഇരുന്ന് ദൈവമേ സ്തോത്രം. ഞാൻ ഇതെല്ലാം പുസ്തകം എടുത്തതാണേ. ഒരിക്കൽ വിദേശത്തൊരു അന്നൊരു എന്നോട് എൻ്റെ സ്നേഹിതൻ ചോദിച്ചു, കോട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കോട്ടില്ല, വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ കോട്ട് വന്നിട്ടുണ്ട്. ഇനി മലരുതെന്ന എൻ്റെ പ്രാർത്ഥന. അപ്പം പറഞ്ഞു കോട്ടിട്ടോണ്ട് പറയണം. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇട്ടോണ്ടേ വരുന്നുള്ളൂ, ഇതൊക്കെ മതി, ഇതിനുള്ളതൊക്കെ മതി. അമേരിക്കയില് പോകാൻ നേരത്ത് അവിടെ ഇന്റർവ്യൂവിന് പോകാൻ നേരത്ത് എൻ്റെ കൂട്ടുപാലൊക്കെ പറഞ്ഞു, അനീഷ് ഈ പരുവത്തിനൊന്നും അങ്ങോട്ട് ചെല്ലരുത്, വിസാ തരത്തില്ല. ഞാൻ പറഞ്ഞു പോടാ പിശാച് എന്ന് പറഞ്ഞു പണി. അവൻ പറഞ്ഞു പാൻറ്റും ഒക്കെ ടിൻ ചെയ്ത് ടൈയും ഒക്കെ കെട്ടി അയാൾ തുരുതുരുതുരുതുരാന്ന് ഇംഗ്ലീഷ് ശിക്ഷിച്ച വായം പൊളിച്ച് നിൽക്കുകയല്ലാതെ. ഞാൻ ഈ പരുവത്തിന് അങ്ങോട്ട് ചെന്നത്. എല്ലാവരും ടൈയും കോട്ടും എല്ലാം കൊട്ടി നല്ല ഗവൺമെന്റ് ഇതൊക്കെ മതി. എന്നോട് ചോദിച്ചു എന്തിനാ പോകുന്നത്? ഞാൻ പറഞ്ഞു അവിടെ യോഗം നടത്താൻ പോവാന്ന് പറഞ്ഞു. പിന്നെ ഏതാണ്ടെല്ലാം പുള്ളി ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ആ തരുന്നേ തരട്ടെന്ന് കൊടുത്തു തന്നു, പോകുകയും ചെയ്തു. ഇതൊക്കെ ഇട്ടോണ്ട് അവിടെ പോയതും പ്രസംഗിച്ചത്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ താരം മറ്റൊന്നുമില്ല, കോട്ടിടുന്നതിന് ഞാൻ ഇതില്ല. പിന്നെ ഈ ചൂടത്ത് ഇതെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്ന അക്രമമാണെന്നറിയാമോ? അമേരിക്കക്കാർ ജയ്യും കോട്ടും കെട്ടുന്നെന്ന് പറഞ്ഞ് അവിടെ സ്നോ വീണുകൊണ്ടിരിക്കുന്നത് ഭയങ്കര തണുപ്പ്. അത് കണ്ടോണ്ട് ആ മീനച്ചൂടിന് കോട്ടയത്ത് ടയ്യും എല്ലാം കെട്ടി കറണ്ടും പോയി. അസ്വസ്ഥതയാണെന്ന് ഓർത്തെ. എന്തോട്ട് അക്രമമാണെന്നാ ഓർക്കുന്നത്. ഈ ചൂടും പിടിച്ച് ഈ സാമാന്യ മര്യാദ എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. ഞാൻ പോകുന്നു പറയുന്നില്ല, പോട്ടെ. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചെന്നിട്ട് ഇതെടുത്തതാ ഭാഗ്യം. സ്തോത്രം. ആരും പിന്മാറി പോകരുത്, ആരും പുറകോട്ട് സ്റ്റെപ്പ് വെക്കരുത്. വെച്ച കാലം ഒന്നുകൂടെ മുമ്പോട്ട് വെച്ചോണം. പിന്മാറുന്നവെങ്കിൽ എൻ്റെ ഉള്ളത്തിനവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർ. ഹല്ലേലൂയ.
സ്തോത്രം, 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 സ്തോത്രം. ഇതാണ് നമ്മളെ ഇത്രത്തോളം ഉയർത്തിയത്. മുൻപോട്ട് ഓടിച്ചു പോകട്ടെ. അപ്പോൾ കാലങ്ങൾ, കാലാംശം, ഒരു കാലം, ഇരുകാലം, അരക്കാലം. ഇനി ഈ മഹോദരവത്തിന് വേറൊരു പദമുണ്ട്. പ്രവചന പുസ്തകത്തിൽ യാക്കോബിന്റെ കഷ്ടകാലം എന്നുള്ള പദം കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കുഞ്ഞാട്ടിന്റെ കോപ ദിവസം എന്നൊരു പദം. വായിച്ചേ, വെളിപ്പാട് 6:12. അവിടെ കുഞ്ഞാട്ടിന്റെ കോപ ദിവസം എന്നാ കൊടുത്തേക്കുന്നത്. വെളിപ്പാട് 6:12. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്ന വസ്തുതയാണ് കാണുന്നത്. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനം, ഭൂമിയുടെ വീണ്ടെടുപ്പ്, 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 19-ന്റെ 10 വരെ സഭ സ്വർഗത്തിൽ, 7 വർഷം ഭൂമിയിൽ മഹാപീഠ. വെളിപ്പാട് 19-11 സഭ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. വെളിപ്പാട് 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് 21-22 അധ്യായം നിത്യത. അപ്പോൾ 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്ന വസ്തുത കാണുന്നു. 5-ാം അധ്യായത്തിൽ 7 മുദ്രയാൽ മുദ്രകിടപ്പെട്ട പുസ്തകം വാങ്ങുവാനും പുസ്തകത്തിന് മുദ്ര പൊട്ടിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരുമില്ല. അപ്പോൾ യോഹന്നാൻ കരഞ്ഞപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തമെന്ന് പറഞ്ഞ് കരയേണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം ദാവീദിന്റെ വേരുവായൻ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനായ യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തെ കാണുവാൻ തിരിഞ്ഞു. സിംഹത്തെ കാണാനാ തിരിഞ്ഞെങ്കിൽ സിംഹത്തെ അല്ല കണ്ടത്, ഒരു കുഞ്ഞാടിറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. അത് നമ്മുടെ കർത്താവാകുന്ന മിശിഹാതമ്പുരാൻ. ആ കുഞ്ഞാടിഞ്ഞോട്ട് വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി മുദ്ര പൊട്ടിക്കുന്ന 7 മുദ്ര. 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്ന വെളിപ്പാട്. 7-ാം അധ്യായം 144,000 പേർക്ക് മുദ്രയിടുന്നതാണ്. TPM-കാരാന്നും പറഞ്ഞ അതുങ്ങളെല്ലാം കഞ്ഞിക്കുഴിയിൽ ഇരിപ്പുണ്ട്. അവരാണ് അവത്തുങ്ങൾ പറയുന്നത്. ഏതാ 100 അവത്തുങ്ങളാണെന്നും പറഞ്ഞ് തമ്പേറുമൊക്കെ അടിച്ച തള്ളമാരെല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം. അതുങ്ങളാന്നാ പറഞ്ഞ 144,000. പാട്ടുമൊക്കെ ഉണ്ട്. സിയോൻ മലയിൽ നമ്മൾ പാടും. അടിയാ സഹിക്കാൻ മേലാത്ത. തമ്പേറെല്ലാം തള്ളമാരടിക്കും, നമുക്കൊന്നും തരത്തില്ല. തമ്പേറും തള്ളയുടെ കയ്യില്ല, താക്കോലും തള്ളയുടെ കയ്യില്ല, നമുക്ക് തരികയല്ല. അപ്പൊ അവത്തുങ്ങള് അവിടെ ഇരുന്ന് പറയുന്നത് ഞങ്ങളാണാ പറയുന്നത് 144. അതുങ്ങളുടെ കാര്യമേ അല്ല, പാവം. അത് മുദ്രിതന്മാരായ ഗോത്ര സംഖ്യ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7-ാം അധ്യായത്തിൽ 144,000 പേർക്ക് മുദ്ര കിടന്ന് 8-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുന്നു. അപ്പോൾ 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഭൂമിയിൽ നടമാനം. വായിക്കാം 6:12. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പട പോലെ കടന്ന് ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്ന ഭൂമി. അതിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പിന്നെ പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അടുത്ത വാക്യം. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അതൊരു നല്ല പദമായി. എല്ലാ മലയും ദ്വീപും, എല്ലാ മലയും ഇളകുവന്ന്. എല്ലാ മലയും. നമുക്കൊരു മല ഉയരത്തിലുണ്ട്, സിയോൻ മല. ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെ ആനന്ദമായൊരു മല സ്വർഗത്തിലുണ്ട്. അതായിരിക്കണം നമ്മുടെ ആശാകേന്ദ്രം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇവിടുത്തെ ഒരു മലയിലും പോയി ആശ്രയിക്കേണ്ട, നമുക്കൊരു മല സ്വർഗത്തിലുണ്ട്. എല്ലാ മലയും സകല ദ്വീപുകളും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും. നാടൻ ഭാഷയെ പറഞ്ഞ സകല അണ്ണന്മാരും ഇതെല്ലാം ഇട്ടേ ചൂടും. മസിലൊക്കെ ഉള്ള പുള്ളിക്കാരെല്ലാം വേണ്ട, മസിൽ വേണ്ടായി എന്നും പറഞ്ഞ് ഇപ്പൊ നമ്മൾ ചോദിക്കും, മോനെ സൺഡേ സ്കൂളിനെ കണ്ടില്ലല്ലോ, ജിമ്മിൽ പോകുന്നുണ്ട്. കുങ്ഫു ചെല്ലുമ്പോ അവൻ ചൂടോയ. നല്ല അസ്ഥിബലമുള്ള ആണുങ്ങളുടെ കയ്യിൽ നീ ഇതുവരെ എന്ന് വീണില്ല. നിന്റെ ജൂഡോ ചുമടെടുക്കുന്ന കുഞ്ഞു ഒറ്റ അടി വട്ടം അടിച്ചാൽ നിന്റെ ജൂഡോ എല്ലാം താഴെ കിടക്കും. ഇതുവരെ ആണുങ്ങളെ കണ്ടില്ല. ജൂഡോ. സ്തോത്രം. അപ്പൊ ഒരു കാര്യം പറയാം, സകല ബലവാന്മാരും ധനവാന്മാരും ദാസനും സ്വതന്ത്രനും സകല അണ്ണന്മാരും ഇതെല്ലാം ഇട്ട് ചൂട് വന്ന അന്ന് ദൈവ കുഞ്ഞുങ്ങൾ കർത്താവിനോട് കൂടെ ആനന്ദിക്കും. ഈ ലോകാസ്നേഹിതന്മാർക്ക്
ഈ ലോക സ്നേഹിതന്മാർക്ക് ഭീതി ഏറുമേ. ഈ ലോകം നിന്നെ വെറുക്കും, നീ അന്ധനായി തീരുമേ. ഈ ലോകം നിന്നെ വെറുക്കും, നീ അന്ധനായി തീരുമേ. അപ്പോൾ തന്റെ ദൂരത്തായവർക്ക് പ്രമാമേ. അപ്പോൾ തന്റെ ദൂരത്തായവർക്ക് പ്രഭാമേ. അവർ ഭൂമി നെടുനീളയോടി ആശ്വാസങ്ങൾ തേടുമേ. അവർ ഭൂമി നെടുനീളയോടി ആശ്വാസങ്ങൾ തേടുമേ. ആ ഭൂലോകമോ കാറ്റിനാൽ ഇളകിടും. ഭൂലോകമോ കാറ്റിനാൽ ഇളകിടും. കായലും സമുദ്രങ്ങളോ ഒന്നുപോൽ മുഴങ്ങുമേ. കായലും സമുദ്രങ്ങളും ഒന്നുപോൽ മുഴങ്ങുമേ. മിന്നുന്ന സൗന്ദര്യമുള്ള മുഖം കാണാൻ ഞാൻ. മിന്നുന്ന സൗന്ദര്യമുള്ള പൊന്നുകം കാണാൻ. മിന്നോ മുഖം കാത്തിരുന്നെന്റെ കണ്ണുകൾ രണ്ടും മങ്ങുന്നേ. മിന്നോ മുഖം കാത്തിരുന്നെന്റെ കണ്ണുകൾ രണ്ടും മങ്ങുന്നേ. തന്നാൽ മുദ്ര കൂത്തപ്പെട്ട ശുദ്ധിമാന്മാരോ. തന്നാൽ മുദ്ര കൂത്തപ്പെട്ട ശുദ്ധിമാന്മാരോ. തന്റെ ശബ്ദം കേൾക്കുന്നേരം ഹല്ലേലൂയ പാടുമേ. തന്റെ ശബ്ദം കേൾക്കുന്നേരം ഹല്ലേലൂയ പാടുമേ. അപ്പോൾ വരുവാനുള്ള ന്യായവിധി അല്ലെ കോപദിവസം അല്ലെ മകവദ്രവകാലം അല്ലെ കാലം കാലാംശം, ഒരു കാലം ഇരുകാലം അരക്കാലം അല്ലെ ഒരാഴ്ചവട്ടം അല്ലെ യാക്കോബിന്റെ കഷ്ടകാലം അല്ലെ കുഞ്ഞാട്ടിന്റെ കോപദിവസം വെളിപ്പെടാൻ പോകുകയാണ്. അപ്പൊ തെസ്സലോനിക്ക ലേഖനത്തിൽ കൊടുത്തിരിക്കുക വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ യേശു പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എല്ലായിടത്തും പറയും, പെന്തിക്കോസ് ഉപദേശം സ്ഥാപിക്കാൻ പോവുക, ഇപ്പൊ സ്ഥാപിക്കാൻ പോവുക. ഏറ്റവും ശ്രേഷ്ഠമേറിയ ഉപദേശം പെന്തിക്കോസ് ഉപദേശമാണ്. ഇതിനെ വെല്ലാൻ ഒരു ഒറ്റ ഉപദേശമില്ല. പിന്നെ നമ്മളാരും ജീവിക്കുന്നില്ല, അതൊരു പരമാർത്ഥമാണ്. പക്ഷെ ഏറ്റവും നമ്പർ 1 ഉപദേശമാണ് പെന്തിക്കോസ് ഉപദേശം. ഉപദേശം സ്ഥാപിക്കാൻ പോവുക. ഈ വാക്യം ഇത്ര ക്ലിപ്തമായിട്ട് കിടക്കുന്നത് കൊണ്ട് സഭ മകോദരവത്തിൽ കൂടെ പോകത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ സഭ, ദൈവകുഞ്ഞുങ്ങൾ മകാപീഠയിൽ കൂടെ പോകത്തില്ല. അതിന് ഏറ്റവും വലിയ ഖണ്ഡനം, സഭ മകാപീഠയിൽ കൂടെ പോകണമെങ്കിൽ ആദിമ നൂറ്റാണ്ടിൽ മരിച്ച വിശുദ്ധന്മാരും കൂടെ വരണം. അവരും സഭയുടെ അംഗമാണ്. സഭ മകോദരവത്തിൽ കൂടെ പോകണമെങ്കിൽ അവരെല്ലാം പീറ്റർ മുതലുള്ള കക്ഷികൾ ഇങ്ങോട്ട് വരണം. അതുകൊണ്ട് സഭ മകോദരത്തിൽ കൂടെ പോകത്തില്ല. പിണങ്ങരുത്. ഇപ്പൊ സഭയ്ക്കകത്തുള്ള പല പുള്ളിക്കാർ പോവുകയും ചെയ്യും. നിങ്ങൾക്കും ആശ്വാസം ആയിക്കോ. അപ്പം ആശ്വാസത്തിനും കൂടെ ആണല്ലോ. പോണമെന്ന് ചടിച്ചിരിക്കുന്ന ആൾക്കാർ പോട്ടെ, നമുക്ക് പോകുമെന്നും വേണ്ട, നമുക്ക് അങ്ങ് പോകാം. അപ്പൊ ഒന്ന്, യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ. ഒരു വാക്യവും കൂടെ വായിച്ച ആ പ്രസംഗം നിർത്താം. ബാക്കി വൈകിട്ട് ഒരു വാക്യം കൂടെ വായിച്ചോ. 3:13. 1.5 വരി എടുക്കാനാ പറഞ്ഞെങ്കിൽ 1.5 വരി എടുക്കുന്നില്ല. പെട്ടെന്ന് അങ്ങ് നിർത്താം. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. കണ്ടോ, ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന ഈശോ മിശിഹാ തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. കോട്ടയം ഭാഷയെ പറഞ്ഞ ഉളുക്കുള്ള വാക്യമാണ്. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അത് ഏത് പ്രത്യക്ഷതയാണ്? മഹത്വ പ്രത്യക്ഷത. എന്തുവാ ഈ മഹത്വ പ്രത്യക്ഷത? എത്ര പ്രത്യക്ഷതയുണ്ട്? നാളെ അമ്മ പറഞ്ഞ പുള്ളിക്ക് എപ്പോ വേണേലും പ്രത്യക്ഷപ്പെടാവല്ലോ. മഹത്വ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ 2ാം വരവിന്റെ 2ാം ഘട്ടം. അതാണ് മഹത്വ പ്രത്യക്ഷത. 2ാം വരവ് എന്ന് പറയുമ്പോ അതിന് മറുവശമുണ്ട്. 1ാം വരവുണ്ടല്ലോ. ഏതാ 1ാം വരവ്? ഏതായിരുന്നു 1ാം വരവ്? 2ാം വരവുണ്ടേ, 1ാം വരവില്ലേ? 1ാം വരവ് ഏതാന്ന് ചോദിച്ചാൽ കന്യാസൂനുമായിട്ട് ഇവിടെ അവതരിച്ചത്. അതാ 1ാം വരവ്.
ആദ്യത്തെ പ്രത്യക്ഷത. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ കീഴിൽ പാർത്തു. മറിയ ഗർഭവതിയായി പ്രസവകാലം തികഞ്ഞ് ക്രിസ്തുവിനെ പ്രസവിച്ചു. കണക്ക് തെറ്റി പറഞ്ഞയാളല്ല ക്രിസ്തു, കൃത്യത്തിനാണ് ക്രിസ്തുവിന്റെ തിരിപ്പറവ്. നമ്മളെല്ലാം കണക്കൊക്കെ തെറ്റി വന്നതാ. നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം. കണക്കിനും കാലത്തും ഒന്നും വന്നതല്ല. സ്തോത്രം. എല്ലാം പരുവക്കേട് പിടിച്ച. പിന്നെ കുറെ എണ്ണത്തിന് ചില്ലുകൂടിനകത്ത് വെച്ചു, കുറെ എണ്ണത്തിന് തുണി പൊതിഞ്ഞ് കുറെ നാൾ വെച്ചു. ചിലതിന് കളറ് മാറുന്നു. എല്ലാം കണക്കും കാലമൊക്കെ തെറ്റി വന്നത്. ക്രിസ്തു കൃത്യത്തിനാണ് ക്രിസ്തുവിന്റെ തിരപ്പുറവെ കാലസമ്പൂർണതയിൽ. പിന്നെ വഴിയമ്പലത്തിലെങ്ങ് സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി ആട്ടടയന്മാര് കണ്ട് വീണ് വണങ്ങി അവനെ നമസ്കരിച്ച് വിദ്വാന്മാരും ഒവണ്ണം വന്ന് കാഴ്ച വെച്ച് പൊന്നും മൂരും. നാളൊരു വലിയ തിയോളഞ്ഞം പറഞ്ഞു പൊന്നും മൂരും കുന്തിരിക്കും കാഴ്ച വെച്ചത് മാർമിക വിഷയങ്ങളായിരുന്നു. പൊന്നെന്തിനാന്ന് ചോദിച്ചാൽ ഔസേപ്പ് പിതാവ് പരുവക്കേട് പിടിച്ച ആളെ തടിപ്പണിയൊക്കെ അല്ലായിരുന്നു. അപ്പൊ പുള്ളിക്ക് കാശില്ലായിരുന്നു. അതുകൊണ്ട് പണയം വെക്കാനൊക്കെ ആയിരിക്കും പൊന്നുകൊണ്ട് പ്രസവം കഴിഞ്ഞപ്പോഴേ ചെലവില്ലയോ. അതിനാണ് ദൈവം അത് വിശ്വാസം പഠിപ്പിക്കുക. ദൈവം അത്ഭുതം കണ്ട ദൈവമാണ്. അതുകൊണ്ട് ഔസേപ്പ് പിതാവിന് സ്വർണം കൊണ്ട് കൊടുത്ത് വിദ്വാന്മാർ അത് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്ത് ചിലവെല്ലാം നടത്തട്ടെ. പിന്നെ മൂര്, അത് അമ്മയ്ക്ക് പ്രസവരക്ഷയാണ്. നമ്മൾ ലേഖ്യം അരിഷ്ടമൊക്കെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ മൂര് കൊണ്ട് കൊടുത്തു അമ്മയ്ക്ക് പ്രസവരക്ഷയ്ക്ക്. പിന്നെ കുന്തിരിക്കും എന്തിനാന്ന് ചോദിച്ചാൽ ഈ കന്നുകാലിക്കൂട്ടിലായതുകൊണ്ട് കൊതുകിന്റെ ശല്യം കണ്ടമാനം ഉണ്ടായിരുന്ന ഉണ്ണീശോയിനെ കൊതുക് കുത്തി ഊപ്പാട് വരുത്തി. അപ്പൊ അതുകൊണ്ട് വിദ്വാന്മാര് കുന്തിരിക്കും എല്ലാം കൊണ്ട് കൊടുത്തു. ഏതായാലും ഇതെല്ലാം കൊണ്ട് കൊടുത്തവരെ വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു. അന്ന് മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നെ മൂരെ കൊന്തിരിക്കാൻ കാഴ്ച വെച്ചു. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നെ മൂരെ കൊന്തിരിക്കാൻ കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീ എന്നു ധന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളൻ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ദുഷ്കൃതമാംബിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ഇക്കഠിന ഭാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ നമിക്കുന്നേ സിയോൻ മണവാളൻ. എനിക്ക് ഈ സൈമൺ സാറിന്റെ പ്രയോഗമൊക്കെ വളരെ ഇഷ്ടമാണ്. എന്ത് നല്ല പ്രയോഗങ്ങളാണ്. കൈയടിക്കണ്ട. ഇക്കഠിന ഭാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ നമിക്കുന്നേ സിയോൻ മണവാളനെ. ഭാവികളും ദോഷികളും അക്രമികളുമായിരുന്നു നമ്മെ യേശു രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി കഴിഞ്ഞ് തൈലന്തേനും കൊണ്ട് ഉപജീവിച്ച് 12ാമത്തെ വയസ്സിൽ ശാസ്ത്രമാരുടെ നാമടച്ച് ന്യായപ്രമാണം എടുത്ത് ഉച്ചരിച്ച് നാടങ്ങ് നന്മ വിശേഷിച്ച് എന്തിനേറെ വിസ്തരിക്കാൻ നേരമല്ല ഒടുവിൽ തിരുവെടുത്ത് പറഞ്ഞതുപോലെ പീഡാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി കഷ്ടം സഹിച്ച് പീലാത്തോസിന്റെ കത്തളം മുതൽ കാൽവരിമേട് വരെ പച്ചപ്പീൻ വരെ കുരിച്ചെടുത്ത് വീണും വേച്ചും വറച്ചും കാൽവറകിന്റെ വിരിമാറിവ് 2 കള്ളന്മാരുടെ നടുവിൽ 3 കാലിരുമ്പാണികൾക്ക് നീര് വെച്ച് തൊന്നുതൊള്ളു തലചാച്ച് പ്രാണനെ വിട്ടു മരിച്ചെന്ന് ഉറപ്പുവരുത്താൻ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടങ്ങനെ ഉറപ്പ് വരുത്തിയപ്പോൾ പീലാത്തോസിന്റെ അനുമാനത്തോടെ ക്രിസ്തുവേശുവിന്റെ തിരുശരീരം ക്രൂശി നിറക്കി 100 നാത്തല സുഗന്ധ കൂട്ടുള്ള നിർമ്മല ശീലക്കകത്ത് പൊതിഞ്ഞ് അരിമത്തിയാക്കാരൻ യോസേപ്പിനെ ആരെയും വെക്കാത്ത കല്ലറക്കകത്ത് കൊണ്ടടക്കി കല്ലുരുട്ട് വെച്ച് സീല് വെച്ച് 100 പടയാളികളെ കാവൽ ഏർപ്പെടുത്തിയെങ്കിൽ പൗലോസിലേക്ക് പറഞ്ഞ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവൻ 3 നിന്ന് ഉയർത്തു. അരിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് ആദ്യം മറിയയ്ക്ക്, പിന്നെ കേവാവിന് 11 പേർക്ക് എമ്മവസിപ്പുറത്ത് കടക്കരയെ വെച്ച് ബദാന്യ വെച്ച് മുറികടക്കേണ്ടപ്പോ തോമസ് ഉള്ളപ്പോ ചേറ്റം പേർക്ക് 500-ലധികം പേർക്ക്, പിന്നെ അകാല പ്രജ പോലുള്ള പൗലോസിനും പ്രത്യക്ഷപ്പെട്ട് അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ഒടുവിൽ വിളിച്ചുകൊണ്ട് ബദാന്യോളം കൊണ്ട് അന്ത്യകൽപ്പന 28 മർക്കോസ് 16 പ്രവൃത്തി 1 അന്ത്യകൽപ്പന കൊടുത്തവർ നോക്കി നിൽക്കുമ്പോൾ യേശു മേപ്പോട്ട് പോയി ഒരു മേഘം വന്ന് മൂടി അവനെ മറച്ചു. അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞിട്ട് കണ്ണു വെട്ടിക്കാതെ മേപ്പോട്ട് നോക്കിയപ്പോൾ ദൂതൻ എന്ന് പറഞ്ഞു, നിങ്ങളെന്തിനാ മേപ്പോട്ട് നിൽക്കുന്ന? വിട്ടുപോയ യേശു കൊണ്ടല്ലേ പോയതുപോലെ തിരിച്ചു വരും. ഇപ്പോൾ ക്രിസ്തുവേശു ഇപ്പോൾ സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നു. ഓടിച്ചു പറയുക, ഇപ്പോൾ പക്ഷപാതമാ, എന്നാൽ അധികം താമസിക്കാതെ പക്ഷപാതം നിർത്തിച്ച് പ്രത്യക്ഷപ്പെടാൻ പോവുക.
ആ പ്രത്യക്ഷതയാണ് രണ്ടാമത്തെ പ്രത്യക്ഷത. രണ്ടാം പ്രത്യക്ഷതയ്ക്ക് രണ്ട് ഘട്ടം. ഇങ്ങനെ മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷത. മേഘപ്രത്യക്ഷത മേഘത്തിൽ പ്രത്യക്ഷപ്പെടും, മഹത്വ പ്രത്യക്ഷത ഭൂമിയിലേക്ക് വരും. അപ്പൊ രണ്ടാം വരവിൽ ആദ്യം നടക്കുന്നത് മേഘപ്രത്യക്ഷത. മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോ കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കുമ്പോൾ എന്തോ സംഭവിക്കും? പറ. മരിച്ചവരെല്ലാം കൂടെ വരണ്ട, നാശക്കൊള്ളി തള്ളയെല്ലാം കൂടെ കയറി വരും. ആ ക്രിസ്തുവിൽ മരിച്ചവർ, അത് മതി. മരിച്ചതങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാതൊന്നും വരണ്ട. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എന്നൊന്നും പറയണ്ട, എല്ലാവരും ഒന്നും പോവുകയല്ല. പൗലോസ് അവിടെ നാമം എന്നൊരു പദം പറഞ്ഞിട്ടുണ്ട്. അത് അലോഗ്യം ഉണ്ടാക്കാതിരിക്കാൻ പറഞ്ഞത്. കാരണം സഭയല്ലേ, സഭയെ പറയുമ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ പറയണം. അതിനാ നാമം നമ്മുടെ ഒരു പദം വന്നേ. അപ്പൊ എല്ലാവരും ഒന്നും പോകത്തില്ല. ഈ കൊരിന്ത്യ സഭയില് അപ്പന്റെ ഭാര്യയെ വരെ വെച്ചുകൊണ്ടിരിക്കുന്നവനുണ്ട് സഭയ്ക്കകത്ത്. എന്നാലും പൊതുവിൽ പറഞ്ഞപ്പോൾ വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് പൊതുവിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവൻ ഇവിടുത്തെ സെക്രട്ടറിയാ. അവന് വേണ്ടാതിനം കാണിക്കുന്നവനുണ്ട് സഭയ്ക്കകത്ത്. അതിരുമാന്തിയുണ്ട്, കുടിയനുണ്ട്, വെറിയനുണ്ട്. വേണ്ടാതിനം കാണിച്ചവനും പറയുന്നവനുണ്ട്. കേസ് കൊടുക്കുന്ന, കോടതി പോകുന്നവനെ, വക്കീലിന് കാശ് കൊടുക്കുന്നവനെ, ബ്ലേഡുകാരനെ, വമ്പം പലിശ, വെട്ടുപലിശ, അത് പിന്നെ തട്ടിപ്പ്, വെട്ടിപ്പ്, ക്രയവിക്രയങ്ങൾ, അനീതി, ഇതെല്ലാം ഉള്ളവനുണ്ട്. പിന്നെ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തവര്, സഹോദരങ്ങളോട് മിണ്ടാത്തവര്, ഉപദേശിമാരുടെ ഒങ്ങായിക്ക് പിടിക്കുന്നവൻ, ദജാമിന് കൊടുക്കാത്തവൻ, തോത്രകാഴ്ച കിടാത്തവനെ, കർത്താവിന്റെ വേലയ്ക്ക് ചെലവാക്കാത്തവനെ, അതിരുമാന്തി, അപ്പുറമായിട്ട് വഴക്കുണ്ടാക്കി, ഇവനെല്ലാം സഭയ്ക്കകത്ത് കൊണ്ട്. എല്ലാ വക മീൻ പിടിക്കുന്ന നെല്ലു എഴുതിയേക്കുന്നേ. എല്ലാ വക, അത് എല്ലാ വകയുണ്ട്, എല്ലാ വകയുണ്ട്. പണ്ടൊരു അച്ഛനോട്, ഞങ്ങളുടെ ഒരു അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇപ്പൊ ഏത് ഇടവകയിലാന്ന്? പുള്ളി പറയോ, ഞാനോ ഈ ഇടവകയിലൊന്നുമല്ല, ഈ വകയുടെ എല്ലാ ഇടയിലാന്ന് പറഞ്ഞു. ഇടവകയിലൊന്നുമല്ല, ഈ വകയുടെ എല്ലാ ഇടയില എന്ന് പറഞ്ഞപ്പോ എല്ലാ വക മീൻ പിടിക്കുന്ന വലയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഒത്തിരി കക്ഷികൾ സഭയ്ക്കകത്തുണ്ട്. എന്നാലും പൊതുവിൽ പറയുമ്പം വിശുദ്ധ സഹോദരന്മാരെന്നെ കൊള്ളക്കാരെല്ലാം കൂടെ കല്ലേലിയ പറയാൻ പറ്റുമോ? അങ്ങനൊന്നും പറയരുത്. കൊള്ളക്കാരെല്ലാം കൂടെ കല്ലേലിയ പറഞ്ഞാൽ കൊള്ളക്കാരാന്ന് നമുക്കറിയാം, എന്നാലും അങ്ങനെ പറയാനും നോക്കത്തില്ല. വിശുദ്ധ കരം ഉയർത്തുക, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ പൗലോസ് നാം എല്ലാവരും എന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും ഒന്നും പോവുകയല്ല. കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ വേർപാട് പാലിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, ലോകവുമായിട്ട് താതാത്മ്യപ്പെട്ടു പോകരുത്, ലോകത്തെ ത്യജിക്കണം, ലോകത്തെ വെറുക്കണം, ലോകമോഹ ശത്രുത്വമാണ്. ലോകാഡംബരങ്ങൾ മുഴുകുന്നവരാരും മേപ്പോട്ട് പോകത്തില്ല. പൗലോസ് പറഞ്ഞ പക്തികളും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചെങ്കിലേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. ഈ ലോകത്തിന് അനുരൂപ പിരിയം പഠിക്കുന്നവരും ഇപ്പം പഠിക്കല്ലെങ്കിൽ പറയുക, ലിഫ്റ്റിൽ ഇടുന്നവരും നഖത്തേലടിക്കുന്ന എന്തുവാ അതിന് പറയുന്നല്ലോ എന്നെ പറയുന്നത്. പിന്നെ അതും ഇതുമെല്ലാം ഈ ഭർത്താക്കന്മാർ എതിരുള്ളവർ ചിലപ്പോൾ ഒന്ന് ഇടും. അത് തന്നെ ഇടി കൊള്ളാതിരിക്കാൻ പാവത്തും പേടിച്ച് ഇത് ഇവിടെ ഒന്ന് കുത്തി എന്നിട്ടും അമരുന്നില്ല, അതിന് മേളിലൊന്ന് കുത്തി എന്നിട്ടും അമരുന്നില്ല, ഇവിടെ ഇട്ടു എന്നാ പിന്നെ 3-4 പിണിക്കയറൂടെ ഇട്ടങ്ങ് കെട്ട. പിന്നെ കാലിലിട്ടു, പിന്നെ കാപ്പ്, മോതിരം, വള, കൊലിസ് എന്ന് വേണ്ടതെല്ലാം കൊണ്ട് തന്നെ ശരിയാക്കുക. പ്രശ്നമുള്ളവരും വീട്ടിൽ പ്രതികൂലമുള്ളവര് ചിലപ്പോ ഒന്നും ഊരിയില്ലെന്ന് വിചാരിക്കാം, അതൊക്കെ ന്യായമായ കാര്യമാണ്. ഇടുന്നതിന് വലിയൊരു മര്യാദ. സ്തോത്രം. വെച്ചോ, അത് നീ വെച്ച ചെടക്കിടയ്ക്ക് തടകി വെച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെന്ന് നിങ്ങൾ എനിക്ക് കൈ തന്നാലും കൈ തന്നാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. ഈ മറുവശം പറയാം, പെന്തിക്കോസുകാര്, വലിയ വലിയ പെന്തിക്കോസുകാര് കമ്മലും മാല ഇടുകയല്ല, നല്ലത് ഉടുക്കുന്ന സാരിയോ കമ്മലും മാല ഇച്ചിച്ചി കമ്മലിട്ട മാല ഇട്ട ഒരു സഹോദരിയോ ഒരു സഹോദരൻ മോതിരം വിട്ട് വന്ന അത് ഇച്ചിച്ചി. മോതിരം വിടുകയല്ല, അച്ഛൻ മാറ്റി കൊടുത്ത മോതിരം വിടുകയല്ല, കെട്ടുന്ന വാച്ച് റാഡോടെ, അത് 1.5 ലക്ഷത്തിന്റെ മോതിരം വിടുകയല്ല. ആത്മാവിലായപ്പോ മോതിരം വിടുക ദൂരോട്ട് കളഞ്ഞു. എന്നാ വലിയ അനക്കമൊന്നുമില്ലാത്ത ഉടുക്കുന്ന സാരി, അയ്യോ 60,000-ന്റെ 50,000. ചിലതിനെ കടയൊക്കെ കയറ്റിയാവല്ലോ, ഉറങ്ങി വരുമോ? അങ്ങ് കന്ന് നടക്കുമ്പോൾ നടക്കുക കടയ്ക്കകത്തൂടെ. ഉള്ള തുണി മുഴുവൻ വലിച്ചിട്ടാൽ ഒരു താരി എടുക്കാൻ കയറിയതാ, എന്ത് ചെയ്താ ഇറങ്ങി വരികയില്ല. സെയിൽസ്മാൻ ഊപ്പാട് വന്ന് മുഴുവൻ എടുത്തിട്ട് അവന്റെ ഇടവാ അവൻ പ്രാകും നിന്നെ.
അതുകൂടി ഇങ്ങോട്ട് എടുത്തു. അത് മുമ്പേ എടുത്തല്ലയോ? നോക്കിയില്ല, ഒന്നുകൂടെ എടുത്താട്ടെ. എടുത്തെടുത്ത ഒരുത്ത് കയറി മുഴുവൻ എടുപ്പിച്ച ചോദിച്ചു ഇനിയുണ്ടെന്ന്. അവൻ പറഞ്ഞു ഇനി എന്റെ മുണ്ടാന്ന് പറഞ്ഞത്. ഞാൻ ഉള്ളത് മുഴുവൻ എടുത്തിട്ട് കൊടുത്തു. അവൻ പറഞ്ഞു ഇനി എന്റെ മുണ്ടാന്ന് പറഞ്ഞു. അത് ഞാൻ ഇനിയും കാണിക്കുകയല്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ മര്യാദയ്ക്കോടെ നിൽക്കാൻ പറഞ്ഞു. കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ വേർപാട് പാലിക്കണം. സിനിമ കാണുന്ന നീ സ്വർഗത്തിൽ പോവുകയല്ല, സീരിയല് കാണുന്ന നീ മേപ്പോട്ട് പോകില്ല. ഇവിടെ കിടന്ന് ഇങ്ങനെ അടിക്കുന്നില്ല, നീ മേപ്പോട്ട് പോവുകയല്ല. സ്തോത്രം, സ്തോത്രം. നാടകം കാണാൻ പോകുന്നവൻ, സിനിമ കാണാൻ പോകുന്നവൻ, പിന്നെ അമ്പലത്തിന്റെ പരിപാടിക്ക്, പള്ളി ഗാനമേളയ്ക്ക് എല്ലാം ഗുണപ്പെടാത്തവന്റെ എല്ലാം പ്രോഗ്രാമിന് പോകുന്ന നീ മേപ്പോട്ട് പോവുകയല്ലെന്ന് വേണേ സ്തോത്രം പറ. ഞാനെന്നാ എല്ലാരും കൂടെ സ്തോത്രം പറയിപ്പിക്കാന്ന് കോൺട്രാക്ട് എടുത്ത് നടക്കുകയല്ലോ. ഒരു കോൺട്രാക്റ്റും ഇല്ല. ഇപ്പൊ ചെല്ലുന്നിടത്തല്ലേ എല്ലാരും കൂടെ ഞാനും കൊണ്ട് പിമ്പിരി കയറ്റിയേക്കാണെന്ന് ഞാൻ ഏറ്റിട്ടില്ല. നിനക്ക് വേണേ സ്തോത്രം പറ, സ്വർഗത്തിൽ പോണേ. സ്തോത്രം. അല്ലെങ്കിൽ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നമ്മളെല്ലാം നിത്യതയെ കാണണം.